ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഗൈസ്, കുക്കിംഗ് ചെയ്യുന്നത് ഞങ്ങളൊന്നും അല്ല, അച്ഛനാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കുക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻസും എല്ലാം ചെയ്യുന്നത് അച്ഛനാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. ഇവിടെ ഇരുന്നൊരു ടോയ് വെച്ച് കളിക്കുകയാണ്. ഹായ് പറ. ഹായ്. ഹലോ ഗൈസ് പറഞ്ഞേ. ഹലോ ഗൈസ്. അപ്പോൾ നമുക്കിനി മെയിൻ ഷെഫിനെ കാണാം. ഞങ്ങളുടെ ഇന്നത്തെ ഷെഫ് ഞങ്ങളുടെ അച്ഛനാണ് ഞങ്ങളുടെ ഷെഫ് ഈ പ്രാവശ്യം. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് എല്ലാം സെറ്റ് ആക്കുവാണ് ഗൈസ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആള് ഇവിടെ ഇരിക്കുക കേട്ടോ. സ്പെഷ്യലാണ്. ഫുൾ ഇൻഗ്രീഡിയൻസ് അച്ഛൻ കാണിച്ചു തരും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഫസ്റ്റ് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോവാണ്. തക്കാളിയും മുളകും കൂടി ഇട്ട് മൂപ്പിക്കാൻ പോവുകയാണ്. തക്കാളി പിന്നെ ഇടുന്നത് കടുക് ഇട്ടായിരുന്നു. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ഒരു ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സവാള ഇത്തിരി ആളും പറഞ്ഞ് അരിഞ്ഞ് നമ്മൾ ഇതിനകത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വെളുത്തുള്ളി നമ്മൾ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇടിച്ച് ചേർക്കാം. ഞങ്ങളൊക്കെ കിടപ്പിൽ വെച്ച സമയത്ത് നമുക്ക് ഇതിനുള്ള സാഹചര്യം ഒന്നും ഇല്ലാത്ത കാരണം ഞങ്ങളിത് കണക്ക് ഇന്നത്തെ ദിവസത്തിൽ ഇടിച്ചെടുക്കുകയാണ്. ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇവിടെ ഒരാളുണ്ട്, എപ്പോഴും കളി എന്ന് പറഞ്ഞ് നടക്കുവാണ് ഗൈസ്. അവൻ അടുക്കളയുടെ ഭാഗത്തേ വരത്തില്ല. അവൻ വെളുത്തുള്ളി ഇല്ലേ, ഇത് ഇഞ്ചിയും കൂടെ ഇടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ചിക്കനും മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ശിവനെ ഇടിക്കില്ലേ. എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ കൂടെ 4 പേര് കാണും. പക്ഷേ ഈ പ്രാവശ്യം ഇല്ല. അമ്മ വരുന്നതേ ഉള്ളൂ. ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങളാണ് ഫസ്റ്റ് വരിക. അത് കഴിഞ്ഞിട്ടാണ് അമ്മ വരുന്നത്. ഇപ്പം എന്തോ ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഏകദേശം ബ്രൗൺ കളറായി. എനിക്ക് പേടി ചെയ്ത് അങ്ങോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇടാനുള്ള സാധനങ്ങളാണ് ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. തക്കാളി ഇട്ട് കൊടുക്കുവാണ്. താഴെ വന്ന് വീഴരുത്. ശിവ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കുകയാണ്. കൈ വന്ന് അത് വീഴുവേ. നീ ചെയ്യണ്ട, മാറി. എനിക്കറിയാവോ. ബ്രൗൺ കളറായിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ. നമ്മൾ തക്കാളി നമ്മൾ ഇട്ടിട്ടുണ്ട്. തക്കാളി നമ്മളിട്ട് ഭയങ്കര കുക്കിലാണ്. അപ്പോൾ നമ്മുടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ശിവ ഭയങ്കര കുക്കായിരുന്നു. നമുക്കിനി ബാക്കിയുള്ള എന്തൊക്കെയാണ് ഇടുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇത് 2 തക്കാളിയും മുളകും സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വരണം. ഇത്രയും നേരം ശിവ ജോലി ചെയ്തല്ലേ, എന്താ ചെയ്തത്? നോക്കട്ടെ. അരച്ചോ കൈ വന്ന് വീഴരുത്.
നമ്മൾ ഇത് ഏകദേശം ബ്രൗൺ കളർ ആയിരിക്കുകയാണ്. നമ്മളത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ മുളക് പൊടി ചേർക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നു. ശിവ അതിൽ കേറി നിക്കല്ലേടാ. ശിവത ഇതിന്റെ അകത്ത് കേറിക്കുന്ന ഇറങ്ങിയേ ഞങ്ങളുടെ ഇതിനകത്ത് ശിവ വലിയ ശല്യമായി വന്നിരിക്കുകയാണ്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ എടുത്തോണ്ട് വരും. അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. മസാല ഒക്കെ ഇട്ട ചിക്കൻ. ആവശ്യത്തിൽ കൂടുതൽ മഞ്ഞപ്പൊടി അതിനകത്ത് ഇരിപ്പുണ്ട്. ശിവ അത് വീഴേ പൊട്ടി പോവേ. നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. അവനെങ്ങ് ആഗ്രഹമൊക്കെ നോക്കെ. എനിക്ക് ആഗ്രഹമുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾ കടയിൽ പോവാണ്. നമുക്ക് കടയിൽ പോയിട്ട് കാണാം. വന്നിട്ട് കാണാം. ഓടിക്കിടന്ന് ഓടുവാണ് ഗൈസ് ശിവ. നമ്മൾ ചെന്ന സാധനം കിട്ടിയില്ല നമുക്ക് അവിടുന്ന്. നമുക്ക് നോക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞാൽ വേറെ ഉള്ളൂ, ചോദിച്ചിട്ട് വാങ്ങാം. ഓക്കെ ഗൈസ്, ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആവുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആക്കാൻ പോവാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ് ഗൈസ്. ഞാനോട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എടുത്ത് കൊടുക്കുന്നതും അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഗൈസ് എന്നെ കാണാൻ പറ്റാത്ത. ഇവയാണെങ്കിൽ മൊത്തം കളിയാണ്. ഇടയ്ക്ക് പോയിട്ട് വീണ്ടും ആ ഇഞ്ചി സാധനം വെച്ചിട്ട് ഇരിക്കും. ഇടയ്ക്ക് വെച്ചതാ ഇങ്ങനെ വരും, ഇങ്ങോട്ട് വാടാ. അപ്പം ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും റെഡി ആവും. അപ്പം നമുക്ക് നോക്കാം. റെഡി ആയിരിക്കുകയാണ്. കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തേണ്ടതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പർ ഐറ്റം കേട്ടോ ഗൈസ്. കിടുക്കാത്ത സാധനം അല്ലേ. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ ഫ്രൈ അടിപൊളി ഗൈസ്. നമ്മളെ ആദ്യത്തെ ആളില്ലേ, നമ്മൾ ചിക്കൻ കറിയെ പറ്റി പറഞ്ഞില്ലല്ലോ, നമുക്കത് പറയാം. ഫസ്റ്റ് നമ്മൾ പക്ഷെ റെഡി ആയത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഇനിയും നമ്മുടെ കറി നോക്കാം അല്ലേ. ഇവിടെ ഇങ്ങോട്ട് വരൂ. മീൻ പിടിച്ച് വന്നിരിക്കുകയാണ്. എവിടെ ഓടുവാ ടോമി? ഇതായിരുന്നു ഗൈസ് എൻ്റെ പെറ്റാണ് ഗൈസ്. ടോമിയാണ് പെറ്റ്. നമ്മുടെ ബുൾസയും സൂപ്പറായിരുന്നു ഗൈസ്, പറയാതിരിക്കാൻ വേണ്ടി സെറ്റ് സാധനമായിരുന്നു ചിക്കൻ ഫ്രൈയും നമ്മുടെ ബുൾസയും. അപ്പം അടിപൊളി സാധനങ്ങളായിരുന്നു ഗൈസ്. അപ്പം എല്ലാം കൊള്ളായിരുന്നു. നമ്മുടെ ഇനി ലാസ്റ്റ് വേണ്ടി നമ്മൾ നോക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അത് നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പം ഗൈസ് അമ്മയാണെങ്കിൽ ടേസ്റ്റ് ചെയ്യുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് നോക്കട്ടെ. ഓക്കെ ഗൈസ്, അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഗൈസ് സെറ്റാണ് ഈ സാധനം. അപ്പോൾ നമുക്കിനി ചോറ് കഴിക്കാൻ വേണ്ടി പോവാം ഗൈസ്. അപ്പോൾ നമുക്കിനി ചോറ് കഴിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. ശിവ എവിടെ നിന്ന് ഫോൺ കാണും കേട്ടോ.